അസ്സലാമു വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം, അള്ളാഹുവിനോട് നാം സംസാരിക്കുന്നുണ്ടോ? നമ്മുടെ ഹൃദയം ചോദിക്കട്ടെ. നമ്മുടെ ഓരോരുത്തരുടെയും സൃഷ്ടാവും സംരക്ഷകനുമാണ് അള്ളാഹു. നമ്മുടെ ഓരോ ശ്വാസവും അവൻ്റെ അനുഗ്രഹമാണ്. എന്നിട്ടും എത്രത്തോളം നാം അവനുമായി സംസാരിക്കുന്നുണ്ട്? നമ്മുടെ ദുഃഖങ്ങളിലും സന്തോഷങ്ങളിലും വിജയങ്ങളിലും പരാജയങ്ങളിലും നാം എത്ര തവണ അവനിലേക്ക് തിരിയുന്നുണ്ട്? അള്ളാഹുമായി സംസാരിക്കുക എന്നത് ഏതാനും വാക്കുകൾ ഉരുവിടുന്നതിലൂടെ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒന്നല്ല. അത് നമ്മുടെ ഹൃദയത്തിൻ്റെ ആഴങ്ങളിൽ നിന്നും വരുന്ന ഒരു സംഭാഷണമാണ്. നമ്മുടെ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും ഭയങ്ങളും നാം അവനുമായി പങ്കുവെക്കുമ്പോഴാണ് ആ സംഭാഷണം പൂർണ്ണമാകുന്നത്. ഖുർആനിലെ സൂറത്തുൽ ബഖറയിൽ 186-ാം വചനത്തിൽ അള്ളാഹു പറയുന്നു, എൻ്റെ ദാസന്മാർ എന്നെപ്പറ്റി നിന്നോട് ചോദിച്ചാൽ പറയുക, ഞാൻ അടുത്തുണ്ട്. എന്നെ വിളിക്കുന്നവൻ്റെ വിളിക്ക് ഞാൻ ഉത്തരം നൽകുന്നു. അതിനാൽ അവർ എന്നോട് ഉത്തരം തേടുകയും എന്നിൽ വിശ്വസിക്കുകയും ചെയ്യട്ടെ. അവർ നേർവഴി പ്രാപിക്കുവാൻ വേണ്ടിയാണത്. ഈ ആയത്ത് നമ്മെ ഓർമ്മിപ്പിക്കുന്നത് അള്ളാഹു നമ്മോട് എത്രമാത്രം അടുത്തതാണ് എന്നാണ്. നാം അവനെ വിളിക്കുമ്പോഴെല്ലാം അവൻ നമ്മുടെ വിളി കേൾക്കുന്നു. നമ്മുടെ പ്രാർത്ഥനകൾക്ക് അവൻ ഉത്തരം നൽകുന്നു. എന്നാൽ നാം എത്രത്തോളം അവനെ വിളിക്കുന്നുണ്ട് എന്നതാണ് ഇവിടെ പ്രധാനപ്പെട്ട ചോദ്യം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ നിന്ന് നമുക്ക് ധാരാളം പാഠങ്ങൾ പഠിക്കാനുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ ജീവിതത്തിലെ ഓരോ നിമിഷത്തിലും അള്ളാഹുമായി ബന്ധം പുലർത്തിയിരുന്നു. പ്രയാസങ്ങളിലും സന്തോഷങ്ങളിലും പ്രവാചകൻ അള്ളാഹുലേക്ക് തിരിഞ്ഞു. പ്രവാചകൻ്റെ പ്രാർത്ഥനകൾ ദീർഘവും ആത്മാർത്ഥത നിറഞ്ഞതുമായിരുന്നു. തിർമിദി ഉദ്ധരിച്ച ഹദീസിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇപ്രകാരം പറയുന്നു, അള്ളാഹുവിനോട് ദുആ ചെയ്യുന്നതിൽ നിങ്ങൾ അശ്രദ്ധ കാണിക്കരുത്. കാരണം ദുആ ആപത്തുകളെ തടയുകയും അനുഗ്രഹങ്ങൾ ഇറങ്ങാൻ കാരണമാകുകയും ചെയ്യുമെന്ന്. നാം ഓരോരുത്തരുടെയും ജീവിതത്തിൽ നിരവധി പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടാവാറുണ്ട്. അപ്പോഴെല്ലാം നാം മനുഷ്യരോട് സഹായം തേടുന്നു. എന്നാൽ എല്ലാത്തിലും കഴിവുള്ള അള്ളാഹുവിനോട് നാം എത്രത്തോളം സഹായം തേടുന്നുണ്ട്? നമ്മുടെ സന്തോഷങ്ങളിലും നേട്ടങ്ങളിലും നാം അള്ളാഹുവിന് നന്ദി പ്രകടിപ്പിക്കാറുണ്ടോ? അവൻ നൽകിയ അനുഗ്രഹങ്ങൾക്ക് നാം എത്രത്തോളം വില കൽപ്പിക്കുന്നുണ്ട്? നാം എവിടെയെങ്കിലും പോകുമ്പോൾ, വീട്ടിൽ നിന്നിറങ്ങുമ്പോൾ, യാത്ര ചെയ്യുമ്പോൾ, വിഷമത്തിലാകുമ്പോൾ, സന്തോഷത്തിൽ മുങ്ങുമ്പോൾ, ആ സംഭവങ്ങളിൽ ഓരോന്നിലും നമുക്ക് അള്ളാഹുമായി സംസാരിക്കാം. അവന് മുമ്പിൽ തുറന്നു പറയാം ദുഃഖങ്ങൾ, സങ്കടങ്ങൾ, പ്രതീക്ഷകൾ എല്ലാം തന്നെ. അള്ളാഹുമായി സംസാരിക്കാനുള്ള ഏറ്റവും നല്ല മാർഗം നമസ്കാരമാണ്. നമസ്കാരത്തിൽ നാം അള്ളാഹുമായി നേരിട്ട് സംവാദിക്കുകയാണ്. ഓരോ റക്അത്തിലും നാം അവനെ സ്തുതിക്കുകയും നമ്മുടെ ആവശ്യങ്ങൾ അവനോട് പറയുകയും ചെയ്യുന്നു. എന്നാൽ നമ്മുടെ നമസ്കാരങ്ങൾ എത്രത്തോളം ശ്രദ്ധയോടെയും ആത്മാർത്ഥതയോടുമുള്ളതാണ്? കൂടാതെ ഏത് സമയത്തും നമുക്ക് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാം. യാത്ര ചെയ്യുമ്പോഴും ജോലി ചെയ്യുമ്പോഴും വിശ്രമിക്കുമ്പോഴും നമുക്ക് നമ്മുടെ ഹൃദയം തുറന്ന് അവനോട് സംസാരിക്കാം. നമ്മുടെ രഹസ്യങ്ങളും ദുഃഖങ്ങളും സന്തോഷങ്ങളും അവനുമായി പങ്കുവയ്ക്കാം. നാം അള്ളാഹുമായി കൂടുതൽ സംസാരിക്കുമ്പോൾ അവൻ നമ്മോട് കൂടുതൽ അടുക്കുന്നു. നമ്മുടെ ഹൃദയങ്ങൾക്ക് സമാധാനം ലഭിക്കുന്നു. നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാകുന്നു. നമ്മുടെ ജീവിതം കൂടുതൽ അനുഗ്രഹീതമാവുന്നു. അതുകൊണ്ട് സഹോദരങ്ങളെ, നമുക്ക് അള്ളാഹുമായി കൂടുതൽ സംസാരിക്കാൻ ശ്രമിക്കാം. നമ്മുടെ പ്രാർത്ഥനകളെ കൂടുതൽ ആത്മാർത്ഥതയുള്ളതാക്കാം. നമ്മുടെ ഹൃദയങ്ങളെ അവനുമായി തുറന്നു വയ്ക്കാം. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ എന്ന പ്രാർത്ഥനകളോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.